ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് കണ്ടില്ലേ, ഒരു മ്യൂസിയമാണ്. എ മ്യൂസിയം ഹാസ് മെനി ടെയിൽസ് ടു ടെൽ എന്നാണ് പറയുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ സ്ഥാപകനായ പ്രിൻസ് ആൽബർട്ടിൻ്റെ സ്റ്റാച്യു ആണ് നമ്മൾ കയറി ചെല്ലുന്ന സ്റ്റെപ്പിൽ നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ പേരാണ് റോയൽ ആൽബർട്ട് മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി. ചുരുക്കപ്പേരിൽ RAM എന്നാണ് അറിയപ്പെടുന്നത്. ഇത് എക്സിറ്ററിലത്തെ ഏറ്റവും വലിയ മ്യൂസിയമാണ്. ഇവിടേക്കുള്ള എൻട്രി ഒക്കെ ഫ്രീ ആണ്. പല വിഭാഗത്തിലുള്ള പല കാര്യങ്ങളുമുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഇൻസെക്റ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ. അത് തന്നെ ഒരു ലോകമാണ്. അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കുന്നവർക്കൊക്കെ അത് നല്ല ഉപകാരപ്രദമായ കാര്യങ്ങളാണ്. എൻ്റമോളജി പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് വളരെ നല്ലൊരു കാര്യമാണ്. പലതരം ശലഭങ്ങളും പലതരം മൂത്ത് അങ്ങനെ പല വിധത്തിലുള്ള ഇൻസെക്റ്റുകൾ നമുക്ക് പറഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. അതിനെ ചെറുതാക്കിയിട്ടും വലുതാക്കിയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഓരോ സെക്ഷനൊക്കെ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഇൻറ്ററാക്റ്റീവ് ക്വസ്റ്റ്യൻസും ചില ഭാഗത്ത് ഇവരുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാനുള്ളതും അങ്ങനെയെല്ലാം മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. 1868 ഇത്രയും മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതായത് 157 കൊല്ലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും ഇങ്ങനെ വന്നു ചേർന്നിട്ട് ഇവിടെ മില്യൺ കണക്കിന് സാധനങ്ങളുണ്ടെന്നാണ് പറയണത്. അത് പലരായിട്ട് പല കാലഘട്ടങ്ങളിൽ കളക്ട് ചെയ്ത് വെച്ചാണ് സാധനങ്ങളാണ്. അപ്പോൾ ഓരോ സെക്ഷനിൽ ചെന്നാലും നമുക്ക് അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവർ എഴുതി വെച്ചിട്ടുണ്ട്. മ്യൂസിയത്തിലേക്കുള്ള എൻട്രി ആണെങ്കിൽ വളരെ ഫ്രീ ആണ്. ഇത് കണ്ടില്ല, പലതരം ഇൻസെക്റ്റുകൾ തന്നെ എത്രയാണെന്ന് അറിയാം. നമ്മൾ വിചാരിക്കും ലോകത്ത് ഇത്ര ഇൻസെക്റ്റുകളുണ്ടോയെന്ന്. അത്രയുണ്ട്. ഇത് എവിടെ നിന്നൊക്കെയാവോ കൊണ്ട് എത്തിച്ചേക്കണേ, എന്ന സ്ഥലത്തുള്ളതാണ് എങ്ങനെയാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഇവിടുത്തെ കളക്ഷനിൽ കുറേ കാര്യങ്ങളൊന്നും ഡിസ്പ്ലേ ചെയ്തിട്ടില്ല പബ്ലിക്കിന് വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. ടോട്ടൽ കളക്ഷൻ്റെ ചെറിയ ഭാഗം മാത്രമേ പബ്ലിക്കിന് വേണ്ടി കാണിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അത്രയും സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറയുന്നു. പല കാലങ്ങളിലായിട്ട് ഇങ്ങനെ കൂടി പല റിനോവേഷനും ഈ ബിൽഡിങ്ങിന് നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 24 മില്യൺ പൗണ്ട് ചിലവാക്കിയിട്ട് 4 വർഷത്തോളം റിനോവേഷൻ നടത്തിയിട്ട് അതിനുശേഷം 2011 ഇത് വീണ്ടും റീഓപ്പൺ ചെയ്തത്. അതിനുശേഷം ധാരാളം അവാർഡുകളൊക്കെ നേടിയിട്ടുണ്ട് ഈ മ്യൂസിയം എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്ക് തീർത്തും സൗജന്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി കാര്യങ്ങളൊക്കെ കാണാം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. വല്ല സോനിയർ വാങ്ങി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൊണേഷൻ നൽകുകയും മാത്രം ചെയ്താൽ മതി. എക്സിറ്ററിൻ്റെ കൾച്ചറൽ പ്രവർത്തനങ്ങളിലെ ഈറ്റിലാണ് ഈ മ്യൂസിയം എന്നാണ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ആണെങ്കിലും സെൻട്രൽ ലൈബ്രറി ആണെങ്കിലും കോളേജ് ആണെങ്കിലും എല്ലാം ഈ മ്യൂസിയത്തിൻ്റെ പിന്തുടർന്നാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. തുടക്കത്തിൽ ഇത് ഒരു മ്യൂസിയം മാത്രമല്ലായിരുന്നു. ആർട്ട് ഗാലറി, സൗജന്യമായിട്ടുള്ള ലൈബ്രറിയും റീഡിങ് റൂമും പഠിപ്പിക്കുന്ന സ്ഥലവും അങ്ങനെയൊക്കെ ആയിരുന്നു. സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഒക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അത് പ്രിൻസ് ആൽബർട്ടായിരുന്നു ഇതിനൊക്കെ നേതൃത്വം വഹിച്ചിരുന്നത്. പിന്നീടാണ് ഇത് റോയൽ ആൽബർട്ട് മെമ്മോറിയൽ മ്യൂസിയം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഇത് അനിമൽ സെക്ഷനാണ്. ഇനി ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ ഓരോ സെക്ഷനും കണ്ട് മനസ്സിലാക്കുക കേട്ടോ. എന്തൊക്കെ സെക്ഷനാണെന്നുള്ളതും ഏതൊക്കെയാണെന്നുള്ളതും പറയാൻ നിന്നാൽ തീരില്ല. അതുകൊണ്ടാണ് ആവശ്യം വരുന്ന സമയത്ത് മാത്രം ഞാൻ പറയാം. സെക്ഷനുകളിൽ ഇങ്ങനെ തിരിഞ്ഞ് പോകണം കേട്ടോ. പ്രത്യേക സെക്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇടത്തോട്ടും വലത്തേക്കിട്ടൊക്കെ തിരിയണതിനനുസരിച്ച് സെക്ഷൻ മാറിപ്പോവും. പ്രത്യേകിച്ചൊരു ബൗണ്ടറി ഒന്നുമില്ല അതിന്. ഇത് അനേകം ആൾക്കാരുടെ അനേക വർഷത്തെ കളക്ഷനുകളാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കളക്ഷൻസ്. എന്നിട്ടൊരു പൈസ പോലും ചിലവില്ലാതെ ഇത്രയും ഭംഗിയിൽ സൂക്ഷിച്ച് നമുക്ക് പോലുള്ള വിസിറ്റേഴ്സിനെ അവരത് സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് പറയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. പലതരം അനിമൽസ് ഉണ്ട് കേട്ടോ. കാട്ടുപോത്തും
കടുവയും പുലിയും എല്ലാം ഉണ്ട്, ആന എല്ലാം ഉണ്ട്, ചെറുതൊട്ട് വലുത് വരെ. ഇതൊക്കെ ഓരോരുത്തർ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. എങ്ങനെ കളക്ട് ചെയ്തു, ആര് കളക്ട് ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. മിക്കതും ഇങ്ങനെ പ്ലെയിൻ ഗ്ലാസ്സിലാണ് അവർ കളക്ട് ചെയ്ത് വെച്ചേക്കണത്. അതുകൊണ്ട് ബാക്കിലുള്ള കാര്യങ്ങളും നമുക്ക് പലതും കാണാൻ പറ്റും. പിന്നെ ഇത് ശരിക്കുള്ള ഒരു ഓർഡറിലൊന്നുമല്ല. ഞാൻ വിചാരിച്ചു അനിമൽ വേൾഡ് എന്ന് പറഞ്ഞാൽ അനിമൽ വേൾഡ് മാത്രമായിരിക്കുന്നു. അങ്ങനെയല്ല, എല്ലാം കൂടി മിക്സായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സെക്ഷൻ. ഇതൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് ഇവിടുന്ന് ഒരു മ്യൂസിക് കേട്ടത്. ഞങ്ങൾ അതന്വേഷിച്ച് നടക്കുകയാണ്. ഇത് ആഫ്രിക്കൻ കൺട്രിയിലത്തെ കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത്. അവിടെ നിന്നിരുന്നൊരു സംഗീതോപകരണം കുറേ കുട്ടികൾ മാറി മാറി പ്ലേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ കേട്ടത്. കുട്ടികൾ ഞാനായിട്ട് വർത്തമാനം പറയാനൊക്കെ നിന്നു. പക്ഷേ ഇവർ പറഞ്ഞു കാണിക്കരുതെന്ന് പറഞ്ഞു. സംസാരം കാണിക്കരുതെന്ന് പറഞ്ഞു ആ പയ്യൻ. അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. You can explain about this museum? This is Exeter Museum, the Royal Albert Memorial Museum. It's lovely. You can explore lots of different things. I recommend visiting. Okay, this is for YouTube? Yes. Amos Travelog. Oh, nice. Okay. Where are you from? I am from India, Kerala. Oh, nice. How long are you here for? Only 3 months now. My son is doing PhD course in Exeter University. Oh, nice. Exeter University is very good. Yes. It's where J.K. Rowling went to university. You know Harry Potter? You know Harry Potter? The book? Yes, Harry yes, Potter? no. Yeah, the author. Yes, I know. She was studying there. Yeah. She went to I put one video about that university. Oh, did you? Yeah. Yes. In that I explained that Harry Potter is Harry Potter. I think Rowling also studying there. That I The other side, look the other side. It's perfect. ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ ബ്രഹ്മാവിൻ്റെയൊക്കെ വിഗ്രഹങ്ങൾ കണ്ടത്. ഇവിടെ ഇന്ത്യൻ കൾച്ചറിലത്തെ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അവിടെ ഇത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ത്യയിലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ജപ്പാനിലത്തെ സാമുറായി പടയാളികളുടെ പടച്ചട്ടയൊക്കെയാണ്. ബുദ്ധ സംസ്കാരത്തിൻ്റെ കുറേ പ്രതിമകളും കാര്യങ്ങളും കണ്ടു കേട്ടോ. ബുദ്ധ സംസ്കാരത്തിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ബുദ്ധിസത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. മനുഷ്യചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഓരോ രാജ്യങ്ങളിലും സംഭവിച്ച കാര്യങ്ങളാണ് ഈ ചുറ്റുവട്ടത്തൊക്കെ കാണാൻ പോണത്. ഈ 3-4 ഹോളുകൾ അതാണ്. പല രാജ്യങ്ങളിലത്തെ പല കാര്യങ്ങളാണ് കാണുന്നത്. അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും പാത്രങ്ങളും എല്ലാം കാണാം, ആയുധങ്ങളും. ഇത് പല ഏഷ്യൻ കൺട്രീസിലത്തെയും ആഫ്രിക്കൻ കൺട്രീസിലത്തെയും കാര്യങ്ങളാണ്. ഇവിടെ പിന്നെ ഒരു ഇങ്ങനെ പ്രത്യേക സെക്ഷനായിട്ട് വെച്ചിട്ടില്ല. അതെവിടെ എത്തിയപ്പോൾ അത് ഇന്ത്യൻ സെക്ഷനാണ് കാണുന്നത്. ഭഗവത്ഗീതയൊക്കെ പട്ടക്കെട്ട് ഭഗവത്ഗീതയൊക്കെ വെച്ചിട്ടുണ്ട്. അതിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറേ ഇന്ത്യൻ
ദൈവങ്ങളുടെ പിക്ചേഴ്സും ഗണപതിയുടെ വലിയൊരു പ്രതിമയും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഡിസ്കവറിങ് വേൾഡ്സുമായിട്ടാണ് അവിടെ പല രാജ്യത്തെയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യൻ കൾച്ചർ കാണുമ്പോൾ നമുക്ക് ഒന്ന് കുറച്ച് നേരം കൂടി നിൽക്കാൻ തോന്നുകയാണ്. എല്ലാം കൂടി ഒരു മിക്സാണ് അവിടെ. ഇനി ഈജിപ്തിലത്തെ കാഴ്ചകളാണ് കാണുന്നത്. നല്ല മനോഹരമായ മമ്മികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നല്ല ഭംഗിയിൽ അണിയിച്ചൊരുക്കി കിടത്തിയിട്ടുണ്ട് അവിടെ. ഇത് ഈജിപ്ഷ്യൻ കാഴ്ചകളാണ്. She's forever trying to eat me. No, they didn't say anything, just walked off. I asked them what they were doing and just walked away from me. I just thought, I'm not following you because you're going to take a child. ഒരു ഗ്രൂപ്പ് ആൾക്കാർ വന്ന് എന്തൊക്കെയോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്.
ആയിരക്കണക്കിന് സ്റ്റാർ ഫിഷുകളുടെ കളക്ഷൻ ഉണ്ട്. വിവിധതരം സ്റ്റാർ ഫിഷുകൾ. ഇതൊക്കെ കടലിലത്തെ പല കാര്യങ്ങളാണെന്ന് തോന്നുന്നു. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി വരണമെങ്കിൽ ഒരു മാസം ഉണ്ടായാലും മതിയാവില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യയിലത്തെ ജനങ്ങൾ കടൽ മാർഗം പല സ്ഥലത്ത് എത്തിയെന്നും അവർ ഓരോ സ്ഥലത്തും ആൾക്കാരില്ലാത്ത ദ്വീപുകളിൽ താമസം ഉറപ്പിച്ച് ഓരോ പ്രത്യേക കൾച്ചർ ഉണ്ടാക്കി എന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചേക്കണേ. അത് അവിടെ നിന്നൊക്കെ കിട്ടിയ സാധനങ്ങളാണെന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തതിൻ്റെ രത്ന ചുരുക്കം. ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ഇഷ്ടം തോന്നിയിട്ട്. ഒരു വലിയ കൂറ്റൻ പ്രതിമ പോലെയുണ്ട്. ഒരു തെയ്യത്തിൻ്റെ പോലെയുള്ളൊരു രൂപം. ഇത് 1998 ഉണ്ടാക്കി വെച്ചതാണ്. അതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
അങ്ങനെ ഒരു സെക്ഷനിൽ നിന്ന് വേറെ സെക്ഷനിലേക്ക് നടക്കുമ്പോഴാണ് കേട്ടോ താഴത്ത് എന്തോ പരിപാടി നടക്കുന്നത് കണ്ടത്. അപ്പം ഞാൻ അത് നോക്കിയപ്പോൾ കുറേ കുട്ടികളിരുന്ന് അവിടെ എന്തോ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി എന്തോ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നതാണ് അവർ. ധാരാളം പേരൻസ് വന്നിട്ടുണ്ട് കുട്ടികളെയും കൊണ്ട്. കീയും അവിടെ നിന്ന് എന്തോ ചെയ്യുന്നുണ്ട്. അനിമൽസിനെ മുഴുവൻ സ്റ്റഫ് ചെയ്ത് വെച്ചാണ്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആനയും ജിറാഫും കണ്ടാമൃഗവും പുലിയും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ധാരാളം പക്ഷികളെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പലതരം പക്ഷികൾ, നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത പക്ഷികൾ വരെയുണ്ട്. ഓസ്ട്രിച്ച്, എമു എല്ലാം ഉണ്ട്. പിന്നെ സാധാരണ കോഴിയും താറാവും എല്ലാം ഉണ്ട്. ചെറിയ ചെറിയ പക്ഷികളും ഒക്കെ അങ്ങനെ ഈഗിള് എന്തൊക്കെയോ പക്ഷികൾ എല്ലാറ്റിനെയും സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പല കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മൃഗങ്ങളാണ്. മൃഗങ്ങളും പക്ഷികളൊക്കെയാണ്. അവരിതിവിടെ കൊണ്ടുവന്ന് സ്റ്റഫ് ചെയ്ത് എവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്ന് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കാണ്. ഒരുവിധം കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിതാ താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി അടുത്ത ആഴ്ച മുളക്കെന്തോ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് ഇവിടെ, അതിന് വരാം എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് ഇതാ ഹോട്ടലിൽ നിന്നിട്ട് ഞാൻ ഒക്കെ കഴിഞ്ഞ് റോഡിലിറങ്ങി നോക്കിയപ്പോഴാണ് അത് അത്ര വലിയ ബിൽഡിംഗ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഇനിയും അവിടെ കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഒറ്റ ദിവസം കൊണ്ടൊന്നും അത് കണ്ടു തീരില്ല, അത്രയധികം കാര്യങ്ങളുണ്ട് അവിടെ.
കണ്ടോ, വലിയ ബിൽഡിങ്, അതിൻ്റെ ഉള്ളിലാണ് ഈ സാധനങ്ങളും കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ എക്സിറ്റർ മ്യൂസിയം കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരേക്കും എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സസ്നേഹം.